എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലൈഫ് വിഷൻ്റെ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെത്തിക്കുന്നത്. ആശാപ്രവർത്തകരോട് ചെറിയൊരു അപേക്ഷയുള്ളത്, ആശാ അംഗങ്ങൾ ജനറലി നിങ്ങളെല്ലാം സ്ത്രീകളാണ്. നിങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുന്ന ബുദ്ധിമുട്ടിലാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. നിങ്ങൾ ദയവ് ചെയ്ത് ആ മന്ത്രിയെ ചിന്താവിഷ്ടയായ ശ്യാമളയെ പോലാക്കരുത്. അവർക്ക് അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ സാധൂകരിക്കുന്നതിനാണ് ഡൽഹിക്ക് പോയത്. പക്ഷെ അവിടെ കൊച്ചൊരു അബദ്ധം പറ്റി. പോണതിന് മുൻപായിട്ട് നമ്മുടെ തോമസ് മാഷ് അവിടെ ഉള്ള കാര്യം ഇവർ മറന്നുപോയി. അദ്ദേഹത്തിനോട് പറഞ്ഞ് അങ്ങനെ വേണ്ട എല്ലാം ചെയ്യുമായിരുന്നു. അതെന്ത് ഇവർ തമ്മിൽ പൂർവ്വകാല വൈരാഗ്യം വല്ലതും ഉണ്ടോയെന്നറിയില്ല. അതുകൊണ്ടായിരിക്കാം തോമസ് മാഷിനെ ഇതിലിടപെടുത്താതെ. അദ്ദേഹം എത്ര ഈസി ആയിട്ടാണ് നമ്മുടെ ധനമന്ത്രിയെയും ഗവർണറും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ നിന്ന് ഒരൊറ്റ ടേബിളിന് ചുറ്റും ഇരുത്തി ഈ പുട്ടും കടലൊക്കെ കഴിച്ച് നല്ലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അത് ചെയ്യാമായിരുന്നു. പക്ഷേ ശേഷമാണ് അറിയുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് നമ്മുടെ ഹോസ്പിറ്റലൊന്നും ശരിയായ മരുന്ന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാര്യം ഒത്തിരി എമൗണ്ടുകൾ സപ്ലൈ ചെയ്ത കമ്പനിക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ പല കമ്പനിക്കാരും സപ്ലൈ നിർത്തി വച്ചിരിക്കുകയാണ്. അതിൽ വളരെ ചിന്താവിഷ്ടയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും വലിയ ദരിദ്ര രാജ്യമായ ക്യൂബയിൽ നിന്ന് ആരൊക്കെയോ ഡൽഹിക്ക് വരുന്നു. അവരെ കണ്ട് അവിടെ നിന്ന് വല്ല മരുന്നുകൾ ഇങ്ങോട്ട് ഫ്രീ ആയിട്ടോ എന്തൊക്കെയൊക്കെ രീതിയിൽ കിട്ടുമോ എന്നുകൂടി ഒരു അന്വേഷണം നടത്തി. പക്ഷെ അറിയുന്നത് ഇവരൊക്കെ മുമ്പേ വരും. ഇത് മെയിൻ പോയത് അതിനാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് ആശാ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ ഡൽഹിയിൽ പോയി മന്ത്രിയെ കണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പോണത്. യഥാർത്ഥത്തിൽ അതിനായിരുന്നില്ല. പോയതിങ്ങനെ മരുന്ന് കടം കിട്ടുമോ എന്ന് അന്വേഷിക്കുക. അതും ഒരു ദരിദ്ര രാജ്യത്തിൻ്റെ ആൾക്കാരിൽ നിന്നും നടപ്പുള്ള കാര്യമല്ല. എന്തോ മന്ത്രി പോയി മന്ത്രി വന്നു. ഇനി അടുത്ത പ്രസ്താവന നോക്കട്ടെ. അവർ ചിന്താവിഷയമായിപ്പോയി. നിങ്ങൾ ഇനി അങ്ങനെ ആക്കിക്കളരുതെന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട്. അടുത്തത് കേട്ടത് ഡൽഹി ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജി ജസ്വന്ത് വർമ്മ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ലക്ഷക്കണക്കിനുള്ള നോട്ടുകെട്ടുകൾ പിടികൂടി. എന്തോ അവിടെ തീ പിടിച്ചങ്ങനെ ഫയർഫോഴ്സിന് ഫോൺ ചെയ്ത് അവർ തീ അണയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ്. അതിനിപ്പം ന്യായാധീപ സമിതി അതിന് മീറ്റിംഗ് ചേരുന്നുണ്ട്. എന്താണെന്ന് അത് അവർ വേണ്ട തീരുമാനം എടുക്കട്ടെ. ജഡ്ജിയുടെ വീട്ടിൽ നിന്നാണ് കെട്ടുകണക്കിന് നോട്ടുകൾ കണ്ടെടുത്തത്. അതും കൊള്ളാമെന്നുള്ളൊരു വാർത്തയാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വലിയൊരു കാര്യം, നമ്മുടെ ഗതാഗത മന്ത്രി ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഫ്യൂച്ചറിൽ സിനിമാ താരങ്ങളെല്ലാം KSRTCയിലായിരിക്കും യാത്ര ചെയ്യുക. അദ്ദേഹത്തിൻ്റെ വീക്ഷണം കറക്റ്റാണ്. കാരണം ഈയിടയ്ക്ക് വന്ന പടത്തിൽ 90% 8 നിലയിൽ പൊട്ടി. അപ്പോൾ ഇനി ഈ നില തന്നെ തുടരുകയാണെങ്കിൽ ഈ പെട്രോൾ ഒഴിച്ച് കാറിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം പലർക്കും ഉണ്ടാകത്തില്ല. അപ്പോൾ വേണ്ടത് KSRTC. അതിനു വേണ്ടി നമ്മുടെ ഗതാഗത മന്ത്രി ഇപ്പോൾ കുറച്ച് ബസ്സൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് AC ആക്കിയാണെന്ന് കേൾക്കുന്നത്. നടക്കട്ടെ, അതും നല്ല വാർത്ത.
അപ്പോഴാണ് ഇന്ന് ലേറ്റസ്റ്റ് ന്യൂസ് നമ്മുടെ കലിയുഗ ജ്യോത്സ്യൻ അവർ ഒരുപാട് പ്രവചനങ്ങൾ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനം മഹാനടൻ്റെ എന്താ പറയുക ജാതകം കണ്ട് നെട്ടിപ്പോയി. പക്ഷേ ഇത് അവസാനം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ആയുസ് ഈ മഹാനടൻ നല്ല ആയുസ്സുണ്ട്, അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ ജാതകം കണ്ട് ഞെട്ടിയെന്നാണ് കലിയുഗ ജ്യോത്സ്യൻ ആദ്യം പറഞ്ഞത്. സംഭവാമി യുഗേ യുഗേ. സാരമില്ല. ഇനി അടുത്തത് നമ്മുടെ ഈ മഹാനടൻ്റെ പേരിൽ മറുനാടനും മാരാരും PR ടീം തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണ്. മറുനാടൻ കൊടുത്ത വാർത്ത സത്യമെന്ന് മറുനാടൻ പറയുന്നു, വാർത്ത അത് സത്യമല്ലെന്ന് മാരാരും കൂട്ടരും. പാവം മഹാനടന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇല്ലയോ അതൊന്നും അറിയില്ല, ബട്ട് അദ്ദേഹം ഓക്കെ, അങ്ങനെ കുഴപ്പമില്ല. ഈ പുറത്ത് കിടക്കുന്നവരാണ് ഇപ്പോൾ ഈ ബഹളം കാണിക്കുന്നത്. എന്തിനാണ്? ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ട്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ എല്ലാ പാവം ആ മഹാനടന് എന്തെങ്കിലും ക്ഷീണം വല്ലതും കാണിക്കാതെ അവരെടുക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മാരാരും നമ്മുടെ മറുനാടനും തമ്മിലുള്ള ഫൈറ്റ് തണുപ്പിച്ചാൽ നന്നായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഒരു 2 സ്റ്റുഡൻസ് അമേരിക്കയിൽ നിന്നും പുറത്തായി. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്, പക്ഷേ കൂറ് വന്ന് ഈ തീവ്രവാദി കൂറുകളാണ്, അവരുമായിട്ടൊക്കെ അവർക്ക് വേണ്ടി എന്താ അവിടെ പ്രവർത്തനം നടത്തിയെന്നൊക്കെ പുറത്ത് മാറ്റി. അത് നല്ല കാര്യം തന്നെ. ബലൂചിസ്ഥാനിൽ സേന വളരെ സ്ട്രോങ് ആയിട്ട് നിലയുറപ്പിച്ചു. പാകിസ്ഥാൻ സേനയെ ബലൂചിസ്ഥാനിൽ കടത്തിവിടാൻ അവർ അനുവദിക്കുന്നില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ് ബലൂചിസ്ഥാൻ. ഒപ്പം പാകിസ്ഥാൻ സേനയിൽ നിന്ന് നൂറുകണക്കിന് സൈനികർ രാജിവെച്ചൊഴിഞ്ഞു പോകുന്നു. അങ്ങനെ പാകിസ്ഥാൻ ആർമിയിലെ അനിശ്ചിതാവസ്ഥ കൂടിക്കൂടി വരികയാണ്. എന്തായിരുന്നാലും നല്ല ഒരു സാഹചര്യമല്ല പൊളിറ്റിക്കലായി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത്. ആശാവർക്കർമാർ സ്ട്രോങ്ങായി തന്നെ അവരുടെ സമരമായി പോകുന്നു. അടുത്ത ആരോഗ്യമന്ത്രിയുടെ അപ്ഡേറ്റ് എന്താ നോക്കാം. ഇതിലേറ്റവും സഹിക്കാൻ പറ്റിയ ചാനലുകളിൽ ചില ഇടതുപക്ഷക്കാർ വന്നിരുന്ന് സംസാരിക്കുന്നതും അതിനെ അപ്പോസ് ചെയ്യാൻ ഈ ആശാവർക്കർമാർ ഒപ്പത്തിനൊപ്പം നിന്ന് ചൂടേറിയ ചർച്ചകൾ ചെയ്യുന്നതും കാണാൻ വലിയ രസമാവുന്നു, നല്ല രസം. എന്തായാലും ഈ നമ്മുടെ ആരോഗ്യമന്ത്രി ഡൽഹി പോയാൽ കൂടുതൽ സമയം അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ആടി ഉലയുന്ന കപ്പലായിരിക്കില്ല, ചിലപ്പോൾ അത് ആടിപ്പോവും. ഇനി അവിടെ നിന്ന് അങ്ങനെ ചാടാൻ ലൈഫ് ബെൽറ്റ് ഒന്നും കാണില്ല. അപ്പോൾ അവർക്ക് ഡൽഹിക്ക് അത്ര പെട്ടെന്ന് പോകാൻ പറ്റിയില്ല. ഇനിയെങ്കിലും ആരോഗ്യമന്ത്രി പോകുമ്പോൾ നമ്മുടെ തോമസ് മാസ്റ്ററെ വിവരം അറിയിക്കണം. അതേ വേണ്ടത് ചെയ്തു തരും, കഴിവുള്ളൊരു മനുഷ്യനാണ്. പണ്ട് മന്ത്രിയായിട്ടിരുന്നുള്ളതാണ്, അങ്ങനെ എല്ലാ കഴിവുമുണ്ട്. വെറുതെ ലക്ഷങ്ങൾ കൊടുത്തിരിക്കുകയല്ലേ. ആരോഗ്യമന്ത്രിക്ക് അവരുടെ സേവനം ഉറപ്പാക്കാം, അത് റൈറ്റ്സാണ് ആരോഗ്യമന്ത്രിയുടെ. അപ്പോൾ ആരോഗ്യമന്ത്രി നാളെ എന്തെങ്കിലും പ്രസ്താവനകൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പ്രസ്താവനയ്ക്ക് ക്യാപിറ്റൽ വേണ്ട. പിന്നെ ആരോഗ്യമന്ത്രിയുടെ ആ സ്റ്റാഫിൽ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ, ആദ്യം അവരുടെ അപ്രൂവൽ ഇല്ല. ആരോഗ്യമന്ത്രി എനിക്ക് സംശയിക്കണം, ആദ്യം അവരുടെ അപ്രൂവൽ ഇടണം. അവരിൽ കൂടി മുഖ്യൻ്റെ അവിടത്തേക്ക് പോകണം. മുഖ്യൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിലേ ആരോഗ്യമന്ത്രിക്ക് സംസാരിക്കാൻ പറ്റൂ. അത് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ക്യാപ്റ്റൻ്റെ അപ്രൂവൽ വേണം.
നിങ്ങളിലും ക്യാപ്റ്റന് ഇടയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ ക്യാപ്റ്റൻ്റെ ആൾക്കാരും നിങ്ങളുടെ ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ശരിക്കും ഇത്തിരി ടെൻഷനിലാണ്. കുഴപ്പമില്ല, എല്ലാം നേരെയാകും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് വീണ്ടും നാളത്തേക്ക് കാണാം. താങ്ക് യു.